ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നോർത്ത് ഇന്ത്യൻ്റെ ഫേമസ് ഡിഷായിട്ടുള്ള ചോലെ ഭട്ടൂര ഉണ്ടാക്കാൻ പോകുന്നത്. പഞ്ചാബികളുടെ ഒക്കെ ഇടയ്ക്ക് ഇതൊക്കെ വളരെ ഫേമസ് ഡിഷാണ് കേട്ടോ. നോർത്തിൽ ഇത് വളരെ കോമൺലി കഴിക്കുന്ന പോലത്തെ ഒരു ഡിഷാണ്. ആൻഡ് നമ്മുടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും സിംപ്ലി നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് പണിയുണ്ട്, ബട്ട് ദെൻ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ധാബ സ്റ്റൈൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ റീക്രിയേറ്റ് ചെയ്യാം ആ ഒരു ടേസ്റ്റൊക്കെ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ ചോലെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇതിന് വേണ്ടി ഞാൻ ഒരു 1 കപ്പ് ചോലെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നല്ലോണം 2-3 പ്രാവശ്യം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇവിടെ ഇട്ടിട്ട് നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിഫറബിളി 6 to 7 hours സോക്ക് ചെയ്യാം, അല്ലെ ഓവർനൈറ്റ് നിങ്ങൾ സോക്ക് ചെയ്യാം. സോ ഓവർനൈറ്റാണ് ഞാനിവിടെ സോക്ക് ചെയ്തത്. ഞാൻ തലേ ദിവസം രാത്രി തന്നെ ഇട്ട് വെച്ചിട്ട് അടുത്ത ദിവസമാണ് ഉണ്ടാക്കിയത്. അടുത്ത ദിവസം ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചോലെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. നമ്മൾ സോക്ക് ചെയ്ത വാട്ടർ ഇതിന് ഫർദർ കുക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറില്ല. ഈ അടുത്തായിട്ട് നമ്മളിവിടെ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം ഒരു 1 കപ്പ് ഏകദേശം 1 കപ്പ് അനുസരിച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചായപ്പൊടി, നിങ്ങൾക്ക് ഏത് ചായപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം, അതും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലോണം ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ബോയിൽ ചെയ്യണം കേട്ടോ. നല്ലോണം അതിൻ്റെ ടീൻ്റെ ഫുൾ ഫ്ലേവർ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി നമ്മളുടെ നല്ലോണം ബോയിലായി വരണം. ആൻഡ് ദെൻ ഇതിനെ അടിച്ച് വെച്ചിട്ട് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കുക. അടിച്ച് വെച്ച് മാറ്റി വെക്കുമ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോലയ്ക്കൊരു നല്ല കളർ തരാൻ വേണ്ടിയാട്ടോ. ഇനി നമുക്കൊരു മസാലേൻ്റെ മിക്സ്ചർ ഉണ്ടാക്കേണ്ടത്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചോലെ മസാല എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ആംചൂർ പൗഡറും 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് ക്യുമിൻ പൗഡറും ഒരു 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ചോല ഉണ്ടാക്കുന്ന മുമ്പേ ചെയ്യണം. ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ദെൻ ഈ ഒരു ചായ ഉണ്ടാക്കി വെക്കണം. ബിക്കോസ് ഇത് കാരണമാണ് നല്ലൊരു കളറ് കിട്ടുന്നത്. നമ്മുടെ ചോലയ്ക്ക് ഒരു ധാബ സ്റ്റൈൽ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചായ വെള്ളം യൂസ് ചെയ്യുന്നത്. ഈ 3 സ്റ്റെപ്പ് നമ്മൾ കുക്കിങ്ങിൻ്റെ മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യേണ്ടത്, ഞാനിവിടെ 2 മീഡിയം സൈസ് ഓണിയൻ, ഒരു മീഡിയം സൈസ് മതി, അതിനെ നല്ലോണം റഫ്ലി ചോപ്പ് ചെയ്തിട്ട് ഗ്രൈൻഡറിൽ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സിമിലർലി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഹൈബ്രിഡ്, ഒരെണ്ണം നാടൻ തക്കാളി എടുത്തേക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഹൈബ്രിഡ് ഒന്നും ഇല്ലെങ്കിൽ 2ഉം നാടൻ എടുക്കാം. പുളി നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിൻ്റെ ഹിസാബ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് ശ്രദ്ധിക്കണം, ബിക്കോസ് വി ആർ യൂസിങ് ആംചൂർ പൗഡർ. കൂടുതൽ പുളി ആവാനും പാടില്ല, ബിക്കോസ് അത്രയും പുളി ആയിട്ടുണ്ടെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് പോകും. സോ അതിനു വേണ്ടി നമ്മളൊരു മീഡിയം ലെവൽ പുളിയാണ് കറിക്ക് വേണ്ടി വെക്കുന്നത്. അങ്ങനത്തെ 2 തക്കാളിയും ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ടൊമാറ്റോ പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ചോലേൻ്റെ പരിപാടിയിലോട്ടേക്ക് കിടക്കാം. ഇനി ഒരു കുക്കറിലോട്ടേക്ക് കുറച്ച് ആവശ്യത്തിന് നമ്മളിവിടെ റീഫൈൻഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ആയിട്ട് പട്ട, ഏലക്ക, കുറച്ച് സിനമൺ സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ 2 മീഡിയം സൈസ്ഡ് ഓണിയൻ്റെ പേസ്റ്റ് എടുത്തിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മുടെ ഓണിയനൊക്കെ നല്ലോണം വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആകണം, ബിക്കോസ് അതാണ് ഒരു ടേസ്റ്റ് തരുന്നത്. സോ ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലോണം മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ലോണം ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്തൊരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. അതിനും നല്ലോണം വഴറ്റി ഇതാക്കി വരുമ്പോൾ കുറച്ച് ലേശം ഒരു വെള്ളം കൂടെ ആഡ് ചെയ്യുക. ഇത് എന്താ പറയുക, നമ്മുടെ ഓണിയൻ്റെ കുക്കിങ്ങൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെ ഫർദർ ബേൺ ആവാതെ ശ്രദ്ധിക്കും. അപ്പം നമ്മളുടെ ഇവിടെ ഓണിയൻ്റെയും ജിഞ്ചർ ഗാർലിക്കിൻ്റെ മിക്സ്ചറൊക്കെ ഇവിടെ നല്ലോണം വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് മസാലയായിട്ട് ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഹൽദി ടേമറിക് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇതിനെ ഒന്ന് മസാലേൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക.
ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മളുടെ 2 മീഡിയം സൈസ്ഡ് ടൊമാറ്റോൻ്റെ പേസ്റ്റാണ് ഇട്ടിരുന്നത്. നമ്മൾ സാധാരണ 2 ടൊമാറ്റോനെ മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാത്തിനെയും നല്ലോണം വഴറ്റി റെഡിയാക്കുക. നമ്മളുടെ ഓയിൽ ഈ മസാലയിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്ന വരെ നല്ലോണം വഴറ്റി നമ്മൾ ഇത് സെറ്റാക്കി എടുക്കണം. ഫ്ലെയിം നിങ്ങൾക്ക് ലോ ടു മീഡിയം വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം ഈ മിക്സ്ചർ, ഈ ടൊമാറ്റോൻ്റെയും ഓണിയൻ്റെ ഒക്കെ മിക്സ്ചർ നമ്മളുടെ ബേൺ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫുൾ എന്താ പറയുക, അതിനകത്തൊരു കരി ഉള്ള ടേസ്റ്റ് വരും. സോ അത് വരാതെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്കിംഗ് ചെയ്യാൻ. ഇതുപോലെ നല്ലോണം ഓയിൽ നമ്മുടെ മസാലയായിട്ട് സെപ്പറേറ്റ് ആക്കി വരണം. ഇനി ഇതിനകത്തോട്ടേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സ്പൈസിൻ്റെ മിക്സ്ചേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റി ഒരു 2 to 3 minutes വഴറ്റിയാൽ മതി. അധികം നേരം വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മസാലകളുടെ പച്ചമണം മാറി അതൊന്ന് റോസ്റ്റ് ആകുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം തന്നെ നമ്മളുടെ മസാലയൊക്കെ നല്ലോണം തിക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച് കാബൂളി ചന, നമ്മുടെ വെള്ളക്കടല ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ ഒരു നോർമൽ പൊട്ടാറ്റോ പീൽ ചെയ്തിട്ട് അതിനെ ഹാഫായിട്ട് മുറിച്ചിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ചായേൻ്റെ വെള്ളം അതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ച് അലോങ് വിത്ത് വാട്ടർ നമ്മളുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാട്ടറിൻ്റെ ലെവൽ ജസ്റ്റ് നമ്മളുടെ ചോലേൻ്റെ ജസ്റ്റ് കവർ ചെയ്യുന്ന അത്രയും മതി കേട്ടോ. ഇനി ഇതിനെല്ലാം അടച്ച് വെച്ചിട്ട് ഒരു 1 whistle ഇൻ ഹൈ ഫ്ലെയിം ആൻഡ് 6 to 7 whistle ഇൻ ലോ ഫ്ലെയിമിൽ ആകുന്ന വരെ നമ്മളുടെ ചോലേനെയും നമ്മളുടെ പൊട്ടാറ്റോനെയൊക്കെ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. സോ നമ്മളുടെ ഇവിടെ ചോലയൊക്കെ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളതിൽ ലിഡൊക്കെ തുറക്കുക. ഇവിടെ പൊട്ടാറ്റോയും നമ്മളുടെ കാബൂളിച്ചനയും നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സ്മാഷറൊക്കെ വെച്ചിട്ട് ആ പൊട്ടാറ്റോസിനെയൊക്കെ ഒന്ന് ജസ്റ്റ് റഫ്ലി സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ നല്ല ധാബ സ്റ്റൈൽ ചോല ഇവിടെ റെഡിയാണ്. നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കാണില്ല. നല്ല തിക്ക് ഗ്രേവിയും പ്ലസ് നല്ല കളറുമാണ്, നല്ല കൺസിസ്റ്റൻസിയാണ്. നമ്മളുടെ പൊട്ടാറ്റോസ് ആൻഡ് ചോല നല്ലോണം കുക്കായി വന്നിട്ടുമുണ്ട്. ഇനി ഇതിനകത്ത് ഒരു ഫൈനൽ സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതായത് നമ്മളുടെ സാധാരണ കടുക് വറുക്കില്ലേ, അതേപോലെ ഇതിനൊരു തടക്ക കൊടുക്കണം. ഇതിന് വേണ്ടി ഇവിടെ പ്യുവർ മസ്റ്റർഡ് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിലോട്ടേക്ക് കുറച്ച് സ്ലിറ്റ് ചെയ്ത ഗ്രീൻ ചില്ലിയും നമ്മളുടെ ജിഞ്ചറിൻ്റെ സ്ലിറ്റ് ചെയ്തത് ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ മേളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദി എൻഡ് നമ്മളിവിടെ പ്യുവർ മസ്റ്റർഡ് ഓയിലിൻ്റെ ആണ് തടക്ക കൊടുക്കുന്നത്. ബിക്കോസ് അറ്റ് ദ സ്റ്റാർട്ടിങ് നമ്മൾ നോർമൽ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തത്. ലാസ്റ്റിൽ ഈ ഒരു തടക്ക മസ്റ്റർഡ് ഓയിലും ജിഞ്ചറും നമ്മുടെ ഗ്രീൻ ചില്ലിൻ്റെ ഈ ഒരു തടക്ക നമ്മുടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യും. സോ അതിന് വേണ്ടിയാണ് ലാസ്റ്റ് നമ്മളത് മേളിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് അങ്ങനെ തന്നെ അടച്ചു വെക്കുക. സോ ദാറ്റ് ദ ഫ്ലേവേഴ്സ് ഗെറ്റ് സോക്ഡ് അപ്പ് ഇൻ ദ കറി. അത് നല്ലൊരു ടെക്സ്ചറും നല്ലൊരു ഫ്ലേവറും തരും. ഇനി നമുക്ക് ബട്ടൂരേൻ്റെ പരിപാടിയാണ് തുടങ്ങേണ്ടത്. നമ്മളുടെ ചോല ഇവിടെ നല്ലോണം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂരേൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തലേദിവസം രാത്രി തന്നെ കുറച്ച് പണിയുണ്ട്. രാവിലെ ആകുമ്പോൾ നമ്മളുടെ ബട്ടൂര ഇങ്ങനെയാണ് കാണാനിരിക്കുന്നത്. ബട്ട് ദെൻ രാത്രിയിൽ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യണം അത് ആദ്യം നമുക്ക് നോക്കിയിട്ട് വരാം. സോ ബട്ടൂരേൻ്റെ പരിപാടി നമുക്ക് തലേദിവസം രാത്രി തന്നെ തുടങ്ങണം. നിങ്ങൾ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയാണ് ഉണ്ടാക്കണമെങ്കിൽ രാത്രി തന്നെ ഈ ഡോ ഉണ്ടാക്കി വെക്കണം. ഇല്ല വൈകുന്നേരത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കണം. സോ ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പ് സൂജിയാണ് എടുത്തേക്കുന്നത്. ഈ 1/2 കപ്പ് സൂജിയിലോട്ടേക്ക് ഞാൻ ഒരു 1 കപ്പ് വാട്ടർ ആഡ് ചെയ്ത് ഇതിനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 minutes സോക്ക് ചെയ്താൽ മതി. നമ്മുടെ സൂജിയൊക്കെ നല്ലോണം ഫ്ലഫി ആക്കി വരുന്ന വരെ സോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നമ്മളുടെ ബാറ്റർ ഡോവിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് മൈദ നിങ്ങൾ മെഷർ ചെയ്തെടുക്കുക. പ്രോപ്പർ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുക. ബിക്കോസ് ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തെറ്റാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഡവ് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കിയിട്ട് നീഡൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. സോ പ്രോപ്പർ ക്വാണ്ടിറ്റി
യൂസ് ചെയ്യുക. സോ ഇവിടെ 2 കപ്പ് മൈദയിലോട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആൻഡ് 2 ടേബിൾ സ്പൂൺ സോൾട്ട് എടുത്തിട്ടുണ്ട്. സോൾട്ടും ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി ഏകദേശം ഒരു ക്വാണ്ടിറ്റി തന്നെ എടുക്കുക. നിങ്ങൾ എത്രയാണ് ഷുഗർ എടുക്കുന്നത് അത്രയും തന്നെ നിങ്ങൾ സോൾട്ടും എടുക്കുക. ആൻഡ് ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ച സൂചീൻ്റെ ആ മിക്സ്ചറിലോട്ട് അതിൽ നിന്ന് എക്സസ് വാട്ടർ എല്ലാം ഡ്രെയിൻ ചെയ്തെടുക്കുക. നിങ്ങൾ എക്സസ് വാട്ടർ ഡ്രെയിൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ സൂചീൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഉണ്ടായിരിക്കും. അത് കൈ വെച്ചിട്ട് സ്ക്വീസ് ചെയ്തിട്ട് ആ ഒരു സൂചീൻ്റെ ഇത് നമ്മളുടെ ഫ്ലോറിലോട്ട് ഇടുക. നമ്മളുടെ മൈദേൻ്റെ മിക്സ്ചറിലോട്ട് ഇട്ടിട്ട് നല്ലോണം അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം തന്നെ കുറച്ച് ബൈൻഡിങ് ഒക്കെ ആ സൂചിയിൽ അബ്സോർബ് ചെയ്ത വാട്ടർ വെച്ചിട്ട് കുറച്ച് ബൈൻഡിങ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് മാത്രം നമുക്ക് പോരാ നമ്മളുടെ ഹോൾ ആട്ട നീഡ് ചെയ്തെടുക്കാൻ വേണ്ടി. സോ നീഡിങ്ങിന് വേണ്ടി നമ്മളിവിടെ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ കേർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫുൾ ഡോ നമ്മൾ നല്ലോണം നീഡ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് നമുക്ക് കേർഡ് ഇവിടെ അത്യാവശ്യം വേണ്ടി വരും. അതിനെ നല്ലോണം ഒരു റഫ് ടെക്സ്ചർ കിട്ടുന്ന വരെ നമ്മളുടെ ഡോനെയൊക്കെ നല്ലോണം നീഡ് ചെയ്ത് മാറ്റി വെക്കുക. ഇതേ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു തിക്ക് ടെക്സ്ചർ ആയിരിക്കും. ഉള്ളിലും റഫായിരിക്കും, പുറത്തും നല്ലോണം റഫായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. ഇനിയാണ് നമ്മളുടെ മെയിൻ പരിപാടിയുള്ളത്. നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ ആട്ട നല്ലോണം നീഡ് ചെയ്തെടുക്കുന്ന പോലെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഓയിലിട്ടിട്ട് ഇതിനെ നല്ലോണം നീഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ താക്കത്തുള്ളത്, എത്ര ശക്തിയുണ്ടോ അതെല്ലാം ഫുള്ളും ഇതിനെ നീഡ് ചെയ്യാൻ യൂസ് ചെയ്യണം. ഏകദേശം ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമുക്ക് 5 to 9 മിനിറ്റ്സ് എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലോണം നീഡ് ചെയ്യണം. നമ്മളുടെ ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടുന്ന വരെ നമ്മൾ നീഡ് ചെയ്തെടുക്കണം. നമ്മുടെ പൊറോട്ടേൻ്റെയൊക്കെ മാവ് നല്ല സ്മൂത്തായി വരില്ലേ, അതുപോലെ നല്ലോണം നീഡ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളിലോട്ടേക്ക് ലേശം എണ്ണ ഒഴിക്കുക. ആ ബൗളിൽ നല്ലോണം അത് എണ്ണ ഗ്രീസ് ചെയ്തിടുക. ആൻഡ് ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ നീഡ് ചെയ്ത് വെച്ച് നമ്മളുടെ മൈദേൻ്റെ മിക്സ്ചർ, ഈ ഒരു മൈദ മിക്സ്ചർ നല്ലോണം ഓയിലിൽ സോക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്ത് ഓവർനൈറ്റ് നമ്മൾ ഇത് ഫെർമെൻറ്റ് ചെയ്യാനാണ് വെക്കേണ്ടത്. നിങ്ങൾക്കൊരു ക്ലീൻ പാത്രം, ഈ പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു വെറ്റ് ക്ലോത്ത് എടുത്തിട്ട് അതിനെ മൂടി വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാം. ഓർ എനി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അതിനകത്തും കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഇതങ്ങോട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് കേട്ടോ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. അടുത്ത ദിവസം നമ്മളുടെ ബാറ്റർ ഇങ്ങനെ നല്ലോണം സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. കണ്ടില്ല, നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിരുന്നു അടുത്ത ദിവസം. ഇനി ഇതിനെ സ്മോൾ ബോളിലോട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആൻഡ് അതിനെ നല്ലോണം സ്മോൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. അതിനെ നല്ലോണം കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ഗ്രീസ് ചെയ്തിട്ട് നല്ല ഒരു രീതിയിൽ ബോളാക്കി എടുക്കുക. അങ്ങനെ ഞാൻ ഏകദേശം 4 ഭട്ടൂരയ്ക്കുള്ള ഡോ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ ഒരു മെഷേർഡ് ക്വാണ്ടിറ്റിയിൽ ഞാൻ അതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ യൂസ് ചെയ്ത ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10 ഭട്ടൂരേസെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ ബോളൊക്കെ നല്ലോണം നീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ലേശം എണ്ണ എടുത്തിട്ടുണ്ട്. ഈ ചൂടാകുന്ന എണ്ണയിൽ നമ്മളുണ്ടാക്കി വെച്ച ഡോ ഇല്ലേ, നമ്മുടെ മൈദേൻ്റെ, അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ സാധാരണ നമ്മുടെ ചപ്പാത്തി ആൻഡ് പൂരി പരത്തുന്ന പോലെ പരത്തിയെടുത്ത് നല്ല ചൂടെണ്ണയിൽ വേണം നമ്മളുടെ ഭട്ടൂരേസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ശ്രദ്ധിക്കണം, എണ്ണ നല്ലോണം ചൂടാവണം, എന്നാലേ നമ്മുടെ ഭട്ടൂരയൊക്കെ നല്ലോണം ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരുള്ളൂ. സോ ടെമ്പറേച്ചർ ഓയിലിൻ്റെ നല്ല ഹൈ ആയിരിക്കണം, പക്ഷേ കരിയാനും പാടില്ല കേട്ടോ, അതും ശ്രദ്ധിക്കണം. കണ്ടില്ലേ, നമ്മളുടെ ഭട്ടൂരേസൊക്കെ നല്ലോണം എന്താ പറയുക, നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് വണ്ണും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല അടിപൊളിയായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ബ്രൗണിഷ് കളറാകുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്ത് മാറ്റിയെടുക്കാം. സോ നമ്മളുടെ ഇവിടെ ഫ്ലഫി ഭട്ടൂരേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ധാബ സ്റ്റൈൽ നല്ല റിച്ച് കൺസിസ്റ്റൻസിയും ഫ്ലേവറിലുമുള്ള നമ്മളുടെ ചോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ് ചോലെ ഭട്ടൂരെ. ആൻഡ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഓണിയൻ ഇങ്ങനെ ഉപ്പിലും വിനാഗിരിയിലും ഒക്കെ ഇട്ടിട്ട് ഇവിടെ റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
റെസിപ്പി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒത്തൻറ്റിക് ഛോലെ ഭട്ടൂര തന്നെ കിട്ടും. നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈലുള്ള നല്ല ഒത്തൻറ്റിക് ടേസ്റ്റി ആയിട്ടുള്ള ഛോലെ ഭട്ടൂര കിട്ടും. ഛോലെ ഭട്ടൂര ഹെൽത്തി അല്ല, ബട്ട് ദെൻ അറ്റ്ലീസ്റ്റ് നമ്മളുടെ വീട്ടിൽ ഹോം മെയ്ഡ് ആക്കുമ്പോൾ കുറച്ചും കൂടി അതൊരു ഹെൽത്തിയർ വേർഷനാണ്. സോ ഇത് അടിപൊളി ടേസ്റ്റാണ്. സോ ഡു ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, ബൈ.